ബൈസൈക്കിൾ തീവ്സ്, സൺഡേ ഹോളിഡേ, വിജയ് സൂപ്പറും പൗർണമിയും, തലവൻ. അതിനുശേഷം ഇതാ ആസിഫ് അലി ജിസ് ജോയ് കൂട്ടുകെട്ടിൽ വരുന്ന പുതിയ സിനിമ കോട്ടയം ബെൽറ്റിന്റെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ദിവസം നടന്നു. ഇന്ന് അതിന്റെ ഷൂട്ടിങ്ങും ആരംഭിച്ചു. എന്തായാലും ഈ ചിത്രത്തിൻ്റെ ഹൈപ്പ് എത്രമാത്രമായിരിക്കും നമുക്കറിയാം. കാരണം ജിസ് ജോയ് ആസിഫ് അലി കൂട്ടുകെട്ടിൽ വന്ന സിനിമകളെല്ലാം തന്നെ ഒരു 100% ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയിട്ട് മാറിയിട്ടേ ഉള്ളൂ. തിയേറ്റേഴ്സിൽ വലിയ റണ്ണ് കിട്ടിയ സിനിമകളാണ്, ഇൻക്ലൂഡിങ് ബൈസൈക്കിൾ തീവ്സ് അന്നുണ്ടാക്കിയ ഒരു ഓളം ചെറുതൊന്നുമല്ല. പിന്നെ സൺഡേ ഹോളിഡേ ആയാലും വിജയ് സൂപ്പർ ആയാലും അത് കഴിഞ്ഞ് വന്ന തലവനായാലും ഇതെല്ലാം ഓരോ തരത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. തലവനായിക്കോട്ടെ ജിസ് ജോയുടെ ഫീൽ ഗുഡ് പരിപാടിയല്ലായിരുന്നു, വേറെ രീതിയിലായിരുന്നു ആ പടം വന്നത്. അതേ രീതിയിൽ തന്നെ ഒരു ഹിൻഡ് ഈ സിനിമയ്ക്കും കോട്ടയം ബെൽറ്റിനും തരുന്നുണ്ട്. ഇതൊരു ഫീൽ ഗുഡ് പടമല്ല, ഇതൊരു ഫാമിലി ത്രില്ലർ ജോണറിലാണ് ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി പറയേണ്ടത്. മീശയൊക്കെ പിരിച്ചുകൊണ്ട് വളരെ സ്റ്റൈലിൽ ലുക്കിലാണ് ആസിഫ് അലി കഴിഞ്ഞ ദിവസം എത്തിയത്. ആ ചടങ്ങ് തന്നെ കാണാൻ വളരെ രസകരമായിരുന്നു. ആർട്ടിസ്റ്റുകളെല്ലാം വേദിയിലേക്ക് എത്തി വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. ഇന്ന് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു ക്വിക്കി പ്രോജക്റ്റായിട്ട് തന്നെയാണ് ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് ഈ കോംബോ നെവർ ഫെയിൽസ് ടു സാറ്റിസ്ഫൈ. എപ്പോഴും നമ്മളെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്ത് പോകുന്ന ഒരു കോംബോ ആണ്. അതിലവർ ഒരിക്കലും ഇതുവരെ ഫെയിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വെറുതെ ഇവർ തമ്മിൽ ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുകയോ വരികയോ ഇല്ല. ആ പ്രതീക്ഷ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന രീതിയിൽ തന്നെയായിരിക്കും ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് വരുന്നത്. നമുക്ക് കൂടുതൽ പോയാൽ ബോബി സഞ്ജയാണ് ഈ ചിത്രത്തിൻ്റെ തിരക്കഥ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടേഴ്സായിട്ട് വരുന്നത്. ഗോവിന്ദ് വസന്തയാണ് ഇതിൻ്റെ മ്യൂസിക്കൽ കൈകാര്യം ചെയ്യുന്നത്. ഗോവിന്ദ് വസന്തയുടെ ഒരു അഭിമുഖം ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് എടുത്തിരുന്നു. ആ സമയത്ത് ഗോവിന്ദ് വസന്ത പറഞ്ഞിരുന്നത് ഒരു പരിപാടി വരുന്നുണ്ട്, ഒരു ത്രില്ലർ പരിപാടി മലയാളത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ചിത്രമാണോ കോട്ടയം ബെൽറ്റ് എന്നെനിക്കൊരു സംശയമുണ്ട്. കാരണം അതൊരു കിടിലൻ പരിപാടിയായിരിക്കുമെന്ന് അദ്ദേഹം അഭിമുഖത്തിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് നേരം സംസാരിച്ചപ്പോഴേക്കും പറഞ്ഞൊരു വാചകമുണ്ട്. ആ പരിപാടിയാണോ ഈ പരിപാടി എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. വിജയരാഘവൻ, ജഗദീഷ്, ഷൈൻ ടോം ചാക്കോ, വിഷ്ണു അഗസ്ത്യ, ശ്രുതി രാമചന്ദ്രൻ, ഇവർക്കൊക്കെ പുറമേയായിട്ട് അശോകനുണ്ട്, അലൻസിയർ ഉണ്ട്, ഫർഹാൻ ഫാസിൽ ഉണ്ട്, ശ്രീകാന്ത് മുരളി ഉണ്ട്, പ്രേം പ്രകാശ് ഉണ്ട്. അങ്ങനെ വലിയൊരു താരനിരയുമായിട്ടാണ് ഈ ചിത്രം എത്തുന്നത്. സോ ഫാമിലി ത്രില്ലറായിട്ട് വരുന്ന ഈ ഒരു സബ്ജക്റ്റിനെ വലിയൊരു പ്രതീക്ഷയോടുകൂടി തന്നെ ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ടായിരുന്നു ഈ ചടങ്ങ് നടന്നത്. അതിൽ ആസിഫ് അലിയുടെ ഗെറ്റപ്പും വളരെയധികം വൈറലായി മാറിയിരുന്നു. അതോടൊപ്പം തന്നെ ഇരുവരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ, ആസിഫ് അലിയും ജിസ് ജോയും കൂടി ഒരുമിച്ച് നിൽക്കുന്നൊരു ഫോട്ടോയും വളരെയധികം ട്രെൻഡിങ് ആയിട്ടൊക്കെ മാറി. അങ്ങനെ ഈ പ്രോജക്റ്റിന് മേലെ ആസിഫ് അലി ഫാൻസിന് മാത്രമല്ല ഈ കോംബോ പ്രതീക്ഷിക്കുന്ന സിനിമ ആരാധകർക്ക് വലിയൊരു ട്രീറ്റ് ആയിരിക്കും കോട്ടയം ബെൽറ്റ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.